ആം ആദ്മിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കലഹം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതാണ് ആം ആദ്മിയിലെ രാജ്യസഭാ എംപിയും പഞ്ചാബിൽ നിന്നുള്ള രാജ്യസഭാ എംപിയായ രാഘവ് ചദ്ദയെ ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്ത് നിന്ന് ആം ആദ്മി ഒഴിവാക്കിയിരിക്കുകയാണ്. രാജ്യസഭയിൽ സെക്രട്ടേറിയറ്റിന് കത്ത് നൽകി അദ്ദേഹത്തിനെ തുടർന്ന് രാജ്യസഭയിൽ സംസാരിക്കാൻ അനുവദിക്കരുത് എന്ന് കൂടിയിട്ട് ആം ആദ്മി അറിയിച്ചിട്ടുണ്ട്. ഇതിനുള്ള കാരണങ്ങൾ പാർട്ടി എന്ന നിലയിൽ അവർ വിശദീകരിച്ചിട്ടില്ല. പക്ഷേ ചില ആം ആദ്മിയുടെ നേതാക്കൾ അതിൽ പറയുന്നുണ്ട്. അദ്ദേഹം പാർലമെൻറ്റിനെ സ്വന്തം PR എന്നുള്ളൊരു വേദിയാക്കി മാറ്റുകയാണ്. പാർട്ടി ഉന്നയിക്കുന്ന പാർട്ടി മുന്നോട്ട് വെക്കുന്ന കനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ അതേസമയം BJP വിമർശിക്കുക, പ്രധാനമന്ത്രി വിമർശിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ഈ രാഘവ് ചദ്ദ പിന്നോട്ട് വലിയുന്നു എന്നാണ് ആം ആദ്മി നേതാക്കൾ ഉന്നയിക്കുന്ന ആരോപണം. നിലവിൽ ഇദ്ദേഹത്തെ ആം ആദ്മി ഇത്തരത്തിൽ നടപടിയെടുത്തതിനെ BJP നേതാക്കൾ സ്വാഗതം ചെയ്യുക, അദ്ദേഹത്തെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുക കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. ജനപ്രിയകരമായ കുറേ കാര്യങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നു എന്നതിൻ്റെ അപ്പുറത്തേക്ക് പാർട്ടി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം രാഘവ് ചദ്ദ ഏറ്റെടുക്കാൻ മടിക്കുന്നുണ്ടോ? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അജിംസ്, പുറത്തുനിന്ന വാർത്തകളൊക്കെ കണ്ടു കാണുമല്ലോ. രാഘവ് ചദ്ദയെക്കുറിച്ചിട്ട് വരുന്ന റീലുകൾ ബാക്കിയൊക്കെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന പൊതുജനത്തിന് നോക്കിയാൽ കുറേ നല്ല കാര്യം ചെയ്യുന്ന ഒരു MP എന്ന രീതിയിലൊക്കെ തോന്നും. പക്ഷേ വസ്തുത അതാണോ? രാഘവ് ചദ്ദ കുറേ നാൾ MLA ആയിരുന്നു, ഡൽഹി അസംബ്ലിയിലെ MLA ആയിരുന്നു. 2022 മുതൽ രാജ്യസഭാ മെമ്പറാണ്. അദ്ദേഹത്തിൻ്റെ കാലാവധി 2028 വരെയുണ്ട്. രാഘവ് ചദ്ദയുടെ പേര് നമ്മളെപ്പോഴാണ് ശരിക്കും കേൾക്കാൻ തുടങ്ങിയത്? രാഘവ് ചദ്ദ ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ്റെ സമയത്ത് മുതൽ തന്നെ അരവിന്ദ് കെജ്രിവാളിനോടൊപ്പം ഉള്ള ആളാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു ഫുഡ് സോൾജിയറായിട്ട് അറിയപ്പെട്ട ഒരാളാണ്. അയാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അപ്പോൾ ഈ ജനലോക്പാൽ ബില്ലൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി അരവിന്ദ് കെജ്രിവാളിനെ സഹായിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. ഒരു പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് ആ പാർട്ടിക്ക് അവരുടെ മുതൽക്കൂട്ടാണ്. കുറേ നാൾ പാർട്ടിയുടെ വക്താവായിരുന്നു. അപ്പോൾ അവസാനം രാജ്യസഭാംഗമാണ്. ഇപ്പോൾ ഇദ്ദേഹത്തെ പറ്റി നമ്മൾ കേൾക്കാതായത് ഇദ്ദേഹം രാജ്യസഭ MP ആയത് മുതലാണ്, 2022 മുതലാണ്. അതുവരെ ഡൽഹി വാർത്തകളിൽ രാഘവ് ചദ്ദ എന്ന വാക്കുണ്ട്. ഇദ്ദേഹം രാജ്യസഭയിലെത്തിയതിന് ശേഷം ഇദ്ദേഹത്തെ പറ്റിയുള്ള കൂടുതൽ ഇദ്ദേഹത്തിന് വിസിബിലിറ്റി ലഭിക്കുന്നത് ഈ അടുത്തിടയ്ക്കാണ്. അതും ഇൻസ്റ്റാഗ്രാമിൽ ജെൻസികൾക്കിടയിൽ വലിയ തോതിൽ ഇദ്ദേഹത്തിന് വലിയ സപ്പോർട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം ഉന്നയിക്കുന്ന ചില വിഷയങ്ങളാണ്. അതിലൊരു വിഷയം, മൊബൈൽ കമ്പനികൾ 28 ദിവസത്തെ റീചാർജ് മാത്രമേ നമുക്ക് തരുന്നുള്ളൂ, 30 ദിവസത്തെ പണം വാങ്ങിയിട്ട്. അപ്പോൾ ഒരു വർഷം 12 റീചാർജിന് പകരം ഒരു സാധാരണ ഉപഭോക്താവിന് 13 റീചാർജ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിക്കുന്നൊരു പ്രശ്നം. ഇതൊരു വലിയ കൊള്ളയാണ് എന്ന് ഇദ്ദേഹം രാജ്യസഭയിൽ പ്രസംഗിക്കുന്നതിൻ്റെ റീലുകൾ വലിയ തോതിൽ ട്രാക്ഷൻ നേടുന്നുണ്ട്, വലിയ പിന്തുണയുണ്ട്. അതുപോലെ തന്നെ വിമാനത്താവളങ്ങളിൽ ഒരു സമൂസയ്ക്ക് 350 രൂപയാണ്, ഒരു ചായയ്ക്ക് 250 രൂപയാണ്. സാധാരണ എക്കണോമി പാസഞ്ചേഴ്സ് ഇതെങ്ങനെ അഫോർഡ് ചെയ്യും? ആളുകൾ ഭക്ഷണം കഴിക്കാതെ വിമാനയാത്ര ചെയ്യുകയാണ് ഈ പണം നോക്കിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനോട് സർക്കാരിൻ്റെ റെസ്പോൺസ് ഉണ്ടായി. ഉഡാൻ ടീ ഷോപ്പുകൾ, ടീ ക്യാൻറ്റീനുകൾ തുറന്നു ചില എയർപോർട്ടുകളിൽ. അദ്ദേഹം തന്നെ അത് അത്തരം 10 രൂപയ്ക്ക് ചായ കിട്ടുന്ന ക്യാൻറ്റീനുകളിൽ പോയിട്ട് റീൽ ചെയ്ത് അതിനും വലിയ തോതിലുള്ള ട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജനകീയ വിഷയങ്ങളിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്ന കാര്യങ്ങൾ, പോപ്പുലർ സബ്ജക്ട്സ്, അതിങ്ങനെ നിരന്തരം പാർലമെൻറ്റിൽ ഉന്നയിക്കുക, അതിങ്ങനെ നിരന്തരം പ്രൊപ്പഗേറ്റ് ചെയ്യുക, അതിലൂടെ ഇദ്ദേഹത്തിന് വലിയ വിസിബിലിറ്റി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവുക, ഏജൻസികളൊരു സപ്പോർട്ട് കിട്ടുക എന്നുള്ളതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും വളരെ പെട്ടെന്ന് ഇദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്യുന്നത്? അദ്ദേഹത്തെ രാജ്യസഭയിൽ പ്രസംഗിക്കാൻ അനുവദിക്കുന്നത് രാജ്യസഭാ സെക്രട്ടറിയിൽ നിന്ന് ആം ആദ്മി പാർട്ടി കത്ത് കൊടുക്കുന്നു. രാജ്യസഭാ ഉപാധ്യക്ഷനായിട്ട്, ഉപലീഡറായിട്ട്, ഡെപ്യൂട്ടി ലീഡറായിട്ട് മറ്റൊരാളെ അശോക് മിത്തലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് അദ്ദേഹം രാഘവ് ചദ്ദ പുറത്ത് വന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നെ നിശബ്ദനാക്കിയിട്ടേ ഉള്ളൂ, എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് മൂന്നും കൂട്ടി വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളാണ് അവരുടെ ഒരു സുപ്രീം ലീഡർ, ആം ആദ്മി പാർട്ടിയുടെ സുപ്രീം ലീഡർ. അവർക്കൊരു പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഉണ്ട്. ആ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിലെ ആളായിരുന്നു, മെമ്പറായിരുന്നു രാഘവ് ചദ്ദ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാഘവ് ചദ്ദയ്ക്കെതിരെയായിട്ടുള്ള രോഷം ആ പാർട്ടിക്കകത്ത് പോയാൽ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. 2022 ഇദ്ദേഹം രാജ്യസഭാ MP ആയത് മുതലല്ല, അരവിന്ദ് കെജ്രിവാളിനും സഹപ്രവർത്തകർക്കുമെതിരായിട്ടുള്ള ലിക്വർ സ്കാം, മദ്യനയ അഴിമതി കേസ് ഉയർന്നു വന്നപ്പോൾ തന്നെ ഒരു ഘട്ടത്തിൽ പോലും രാഘവ് ചദ്ദ അരവിന്ദ് കെജ്രിവാളിനെ ഡിഫെൻഡ് ചെയ്ത് രംഗത്തെത്തിയിട്ടില്ല. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെ സത്യേന്ദ്ര ജെയിൻ ഉൾപ്പെടെ, മനീഷ് സിസോദി ഉൾപ്പെടെ, അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോഴും അതിനെതിരെ ഒരു വാക്ക് ഇയാൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് കാരണമായിട്ട് രാഘവ് ചദ്ദയെ അനുകൂലിക്കുക എന്ന് പറയുന്നത് ഇയാൾ എന്തോ ഓപ്പറേഷന് വേണ്ടി ലണ്ടനിലായിരുന്നു ആ സമയത്തെന്നാണ്. ഇനി നോക്കൂ, അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചനല്ല, അദ്ദേഹത്തെ കുറ്റമുക്തനായ സംഭവം ഉണ്ടല്ലോ, കുറ്റമുക്തനാക്കിയ കോടതി വിധി വന്നത് ഒരു സ്പെക്ടാക്കുലർ ഇവൻ്റാക്കി മാറ്റിയിരുന്നു ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ. രാഘവ് ചദ്ദ പരിസരത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ രാഘവ് ചദ്ദയുടെ ഡീവിയേഷൻ വളരെ വ്യക്തമാണ്. ഒരിക്കൽ പോലും രാജ്യസഭയിൽ, ഈ 4 വർഷത്തിനിടെ ഒരിക്കൽ പോലും രാജ്യസഭയിൽ മോദിയെയോ മോദി സർക്കാരിനെയോ വിമർശിക്കാതിരിക്കാൻ, ഈ ജനകീയ വിഷയങ്ങൾ ഉയർത്തുമ്പോൾ പോലും അത് സർക്കാരിന് കുറ്റം കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ഒരിക്കലും പറയാതിരിക്കാൻ രാഘവ് ചദ്ദ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ആം ആദ്മി പാർട്ടിയുടേതായ വിശദീകരണം ധാരാളമായി പുറത്തു വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ആം ആദ്മി പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണ്, ഇദ്ദേഹം പഞ്ചാബിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്, അവർ കുറച്ച് സമയം രാജ്യസഭയിൽ അനുവദിക്കപ്പെടും. അതെന്തിനു വേണ്ടി ഉപയോഗിക്കണം? ഒരു സർക്കാരിൻ്റെ ജനവിരുദ്ധ
നടപടികളെ തുറന്നു കാണിക്കാൻ ഉപയോഗിക്കണം. അതിന് പകരം വളരെ ട്രിവിയലായിട്ടുള്ള സമോസയുടെ 350 രൂപ, അതൊക്കെ ചർച്ച ചെയ്യാൻ വേറെയും ഫോറങ്ങൾ നമുക്കുണ്ട്, മറ്റ് മാർഗ്ഗങ്ങളുണ്ട്. അത് സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിച്ചാൽ മതി, രാജ്യസഭയിൽ പറയണമെന്നില്ല. അതിന് എന്ത് ചെയ്യാം, അത് രാഘവ് ചദ്ദയ്ക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇട്ടാൽ തന്നെ അതിന് ട്രാക്ഷൻ കിട്ടും. പക്ഷേ രാജ്യസഭയിൽ വളരെ പ്രധാനപ്പെട്ട അനുവദിക്കപ്പെടുന്ന ഏറ്റവും കുറഞ്ഞ സമയം മോദി സർക്കാരിനെതിരായിട്ടുള്ള രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുന്നതിന്, അവരെ എക്സ്പോസ് ചെയ്യുന്നതിന് പകരം, അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള സമോസ വിഷയങ്ങൾ, ട്രിവിയലായിട്ടുള്ള വിഷയങ്ങൾ എടുത്ത് ഉന്നയിക്കുന്നത് പാർട്ടി നയത്തിന് ഗുണകരമല്ല എന്ന് അവർ ഉന്നയിക്കുന്നു. എനിക്ക് തോന്നുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം, രാഘവ് ചഡ്ഡ പാർട്ടിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഫീൽ ആം ആദ്മി പാർട്ടിക്കകത്തുണ്ട്. അവരത് കറക്റ്റ് സമയത്ത് ഇടപെടുന്നു എന്നേ ഉള്ളൂ. നമുക്ക് ചിലപ്പോൾ ട്രഷറി ബെഞ്ചിൽ രാഘവ് ചഡ്ഡയെ കാണുന്ന ഒരു സമയമൊക്കെ ഉണ്ടാവും ഉടൻ തന്നെ. യെസ്, നിഷാദെ, ആളുകളെ രണ്ടിടത്തിൽ വിലക്കെടുക്കാൻ പറ്റില്ല. ഒന്ന് നേരിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിക്കാതെ തന്നെ അവരുടെ പാർട്ടിയിൽ നിൽക്കുകയും അവർക്കെതിരെ കനപ്പെട്ട വിമർശനങ്ങൾ ഉന്നയിക്കാതിരിക്കുകയും അത്തരത്തിലൊരു വിലക്കെടുക്കാമല്ലോ. ഇപ്പോൾ കേരളത്തിൽ തന്നെ ചില രാഷ്ട്രീയ നേതാക്കളെ നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ പോപ്പുലർ സബ്ജക്റ്റുകളിൽ അഭിപ്രായം പറയുകയും പ്രത്യക്ഷത്തിൽ കുറച്ച് കടുപ്പമുള്ള രാഷ്ട്രീയ സംഗതികൾ നിശബ്ദത പാലിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാർ കൂടിയില്ലേ? രാഘവ് ചദ്ദയെ അങ്ങനെ കൂടിയിട്ട് കാണണ്ടേ? രാഘവ് ചദ്ദ എന്ന് പറയുന്നത് മനുഷ്യൻ ഭയങ്കരമായ ട്രെൻഡിങ് ആണിപ്പോൾ, അതൊരു യാഥാർത്ഥ്യമാണ്. മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്നു, സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നു, താഴെത്തട്ടുകാർക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇൻസ്റ്റഗ്രാമിലെ റീലുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു അദ്ദേഹത്തെ കണ്ട ആരാധന മൂത്തവർ, ക്രഷുള്ളവർ, അവരുടെയൊക്കെ വീഡിയോസാണ് ഇപ്പോൾ മലയാളത്തിൽ പോലും നമുക്ക് സജീവമായിട്ട് കാണാൻ പറ്റും. കാരണം ഒറ്റ നോട്ടത്തിൽ അദ്ദേഹം നടത്തുന്ന ഇടപെടൽ മൊത്തം ഭയങ്കര ജനകീയമാണ്. ഒന്ന് ഈ പറഞ്ഞ പ്രശ്നം സീരിയസ് പ്രശ്നമാണ് കേട്ടോ. അതായത് 28 ദിവസത്തെ റീചാർജ് വന്നിട്ട് 31 ദിവസത്തെ പൈസ വാങ്ങിക്കുന്നു എന്നുള്ളതും 1 വർഷം 13 റീചാർജുകൾ വേണ്ടി വരുന്നു എന്നുള്ളത് ഒരു ടെലികോം കമ്പനിയുടെ വൻ കൊള്ളയാണ്. ആ കൊള്ള സർക്കാർ റെഗുലേറ്റ് ചെയ്യേണ്ടതും നിയന്ത്രിക്കേണ്ടതുമാണ്. അതിന് ആ പ്രശ്നം രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ അവസരം കിട്ടുമ്പോൾ ഉന്നയിക്കാവുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റു പ്രശ്നങ്ങളും ഒക്കെയും തന്നെ മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, ഇല്ല ഒന്നും ഞാൻ പറയുന്നില്ല. ചില കാൽപ്പനിക സംഗതികളൊക്കെ അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ കുറ്റവാളികൾ, മൈനറായ കുറ്റവാളികളെയും നമ്മൾ ഒരുപോലെ ശിക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞതൊക്കെ നമുക്ക് ഡിസ്കഷൻ ആവശ്യമുള്ളതാണ്. അത് കുറച്ച് വൈകാരികമായി പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ തന്നെയും രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ അവകാശമുള്ളതാണ്, അവതരിപ്പിക്കേണ്ടതുമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. പക്ഷെ അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട നയപരിപാടികളുമായി ബന്ധപ്പെട്ട വർത്തമാനം പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിപ്പോൾ കേരളത്തിലെ കാര്യം എടുത്താൽ ശശി തരൂർ ഇവിടുന്നുള്ള MP-യും കോൺഗ്രസിൻ്റെ വലിയ നേതാവുമാണ്. അദ്ദേഹം സെക്യുലറിസത്തെക്കുറിച്ച്, ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതിനെക്കുറിച്ച്, വിശാല ഇന്ത്യൻ ജനാധിപത്യ താല്പര്യങ്ങളെക്കുറിച്ച് ദീർഘമായ ലേഖനം എഴുതി സംസാരിക്കുകയും ചെയ്യും. നരേന്ദ്രമോദി അദ്ദേഹം ആഞ്ഞ് വിമർശിക്കുന്നുണ്ടോ, സ്പെസിഫൈ ചെയ്ത് വിമർശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് സമീപകാലത്തോടെയും അത്ര ഉദാഹരണങ്ങൾ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ കോൺഗ്രസിനും ഈ കാലത്തെ ആം ആദ്മി പാർട്ടിക്കും വേണ്ടത് അത്തരം നേതാക്കളെയല്ല. ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടി വളരെ സോഫ്റ്റായി ലൈനെടുത്തുകൊണ്ടിരുന്ന പാർട്ടിയാണ് കേട്ടോ. അവിടെ ഇവിടെയും തൊടാതെയുള്ള കളി കളിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ്. ഇപ്പോഴാണ് അതിന് തീവ്ര രാഷ്ട്രീയം പറയണം എന്നൊക്കെയുള്ള തോന്നലുണ്ടായി തുടങ്ങിയത്. എപ്പോഴാണ് ആക്രമിക്കപ്പെടും ഞങ്ങൾ എന്ന് ശരിയായ മണ്ണം മനസ്സിലായി. കാരണം അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യനെ ഇല്ലാത്ത കേസ് പിടിച്ച് ജയിലിലിട്ട്, അയാൾ എത്ര കാലം ജയിലിൽ കിടന്നു, അവരുടെ പ്രധാന ഉപമുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിട്ടു, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇട്ടു. അവസാനം ആ കേസ് തള്ളിക്കളഞ്ഞപ്പോൾ പൊട്ടിക്കറിയുന്ന കെജ്രിവാളിനെ നമ്മൾ കണ്ടു. അപ്പോൾ ഒരു ഫാസിസ്റ്റ് രൂപമുള്ള ഭരണകൂടത്തോട് ഏറ്റവും തീവ്രമായ ഭാഷയിൽ സംസാരിക്കേണ്ടതുണ്ട്. അതിനകത്ത് വേറെ വർത്തമാനമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സമൂസയുടെ വിലയല്ല കാര്യം. നോട്ടിൽ ഹിന്ദു ദൈവങ്ങളുടെ പടം അച്ചടിച്ചു വെക്കുമെന്ന് പറഞ്ഞാൽ ജയിക്കില്ല. അതിനപ്പുറം ഫാസിസ്റ്റ് പ്രവണതയുള്ള ഭരണകൂടത്തെ കൈകാര്യം ചെയ്യേണ്ടത് ഷാർപ്പായ ഭാഷയിലാണെന്ന് ആ പാർട്ടിക്ക് തോന്നുന്നു. ആ ഷാർപ്പായ ഭാഷ ഞങ്ങളുടെ MP-ക്ക് ഇല്ല എന്ന് ആ പാർട്ടിക്ക് മനസ്സിലാവുന്നു. പാർട്ടിയുടെ അധ്യക്ഷൻ ജയിലിൽ കിടക്കുമ്പോൾ അതൊരു കള്ളക്കേസാണെന്ന് ബാക്കി എല്ലാവരും പറയുമ്പോൾ ഇദ്ദേഹം മാത്രം നിശബ്ദത അവലംബിക്കുന്നു. നരേന്ദ്രമോദിയോട് അദ്ദേഹം നേരത്തെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പണ്ട് ഈ മണിപ്പൂർ കലാപമൊക്കെ ഉണ്ടായ സമയത്ത് മോദി അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനം ഒരു ഘട്ടത്തിൽ സ്റ്റോപ്പായി പോവാണ്. അല്ലെങ്കിൽ പണ്ട് മുതലേ തന്നെ അദ്ദേഹം അങ്ങനെ ഷാർപ്പായി സംസാരിക്കാനൊന്നും മടിയുള്ള ആളാണ്. നമ്മൾ AK ആന്റണിയെ കണ്ടില്ലേ, അദ്ദേഹം വളരെ പതുങ്ങിയ ഭാഷയിലാണ് സംസാരിക്കുക. അദ്ദേഹം അങ്ങനെ ഭയങ്കര വോക്കലായിട്ടുള്ള ഒരു നേതാവല്ലല്ലോ. ഇദ്ദേഹം അങ്ങനല്ല. ഇദ്ദേഹം ഒരു ഘട്ടത്തിൽ വളരെ ഷാർപ്പായി വർത്തമാനം പറയുകയും ഭയങ്കര ആവേശോജ്വലമായ പ്രകടനത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ആളാണ്. വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ലൈനൊന്ന് മാറ്റുന്നു. ഈ തരത്തിലുള്ള ഇൻസ്റ്റഗ്രാം സബ്ജക്റ്റുകൾ മാത്രം സംസാരിക്കുകയും മറ്റത് മിണ്ടാതിരിക്കുകയും ചെയ്യുക എന്നതിലേക്ക് അദ്ദേഹം ചുരുങ്ങുകയാണ്. അത്തരം നേതാക്കളുടെ ഉദാഹരണം നമുക്ക് പിന്നെയും കണ്ടെടുക്കാൻ പറ്റും മറ്റ് പല പാർട്ടികളിലും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആരെ ബുദ്ധിമുട്ടിക്കുന്നു? ആം ആദ്മി പാർട്ടിയെ ബുദ്ധിമുട്ടിക്കുന്നു. അതുകൊണ്ട് രാഘവ് ചദ്ദ ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കുമ്പോൾ, അദ്ദേഹം വൈറലാവുമ്പോൾ, അദ്ദേഹത്തിന് മില്യൺസ് ഓഫ് വ്യൂ കിട്ടുമ്പോൾ അതിൽ അസൂയ പൂണ്ട ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം അദ്ദേഹം നിശബ്ദനാക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാവും. പക്ഷേ സംഗതി അതല്ല. ആം ആദ്മി പാർട്ടിക്ക് ഈ മൊമെൻറ്റിൽ ആവശ്യമുള്ള അവരുടെ രാഷ്ട്രീയ തീഷ്ണത അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ക്യാരി ചെയ്യുന്നില്ല. അത് സ്വാഭാവികമായ നടപടിയാണ്. നാളെ രാഘവ് ചദ്ദ ഇനിയിപ്പോൾ BJPയുടെ കൊടി പിടിച്ചാൽ പോലും വലിയ അത്ഭുതമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയ കൃത്യതയുടെ പ്രശ്നമുണ്ട്.
ഈ കാലത്തെ ഒരു നോൺ BJP-കാരന് വേണ്ട രാഷ്ട്രീയ കൃത്യത രാഘവ് ചദ്ദയ്ക്കില്ല. അദ്ദേഹം വേറെ ചില കാര്യങ്ങൾ പറയുകയും വേറെ ചില സംഗതികളിൽ അഭിരമിക്കുകയും ചെയ്യുകയാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അദ്ദേഹത്തെ വിഡ്രോ ചെയ്യാനുള്ള എന്താ പറയുന്നത് റൈറ്റ് ഉണ്ട്. അതിന് നമ്മൾ കുറ്റം പറയാനും പാടില്ല. അവരിനി പകരം കൂടുതൽ ഷാർപ്പായിട്ട് ഹിന്ദുത്വ ഫാസിസ്റ്റ് വിരുദ്ധ സംസാരിക്കുന്ന ആൾക്കാരെ നിയോഗിക്കട്ടെ. രാഘവ് ചദ്ദ അദ്ദേഹത്തിന് പറ്റിയ പ്ലാറ്റ്ഫോം തരട്ടെ തന്നെ ഞാൻ പറയും. യെസ്, BJP-ക്കെതിരെ അല്ലെങ്കിൽ മോദിക്കെതിരെ ഇത്തരത്തിൽ കൃത്യമായ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കാൻ കഴിയാതിരിക്കുന്ന നിരവധി ആൾക്കാർ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിലുണ്ട്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ ചില രാഘവ് ചദ്ദമാരെ നമുക്ക് കാണാൻ കഴിയും. അവരെ പാർട്ടികൾ തിരിച്ചറിയണം.